Hello everyone, welcome to the course on Electrical Machine Design. Today we are entering to Module 4. Module 4 പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സിങ്ക്രോണസ് മെഷീൻ്റെ ഡിസൈനിനെ പറ്റിയിട്ടാണ്. അതിൽ തന്നെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ സ്പെസിഫിക് ലോഡിങ്സ്, മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ലോഡിങ്സ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അതിനുശേഷം എന്താണ് ഔട്ട്പുട്ട് ഇക്വേഷൻ, എന്താണ് മെയിൻ ഡയമെൻഷൻസ്, അത് കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സിങ്ക്രോണസ് മെഷീൻ എന്താണ്? അതിന് ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് പഠിച്ച കാര്യമാണ്. ഓക്കെ, സിങ്ക്രോണസ് മെഷീൻ നിങ്ങൾ മെഷീൻസ് 2 എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ സിങ്ക്രോണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻ എന്ന സബ്ജക്റ്റിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. മറ്റ് മെഷീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ സിങ്ക്രോണസ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ. എന്തുകൊണ്ടാണ് ഇത് രണ്ട് എക്സൈറ്റേഷൻസ് വേണമെന്ന് പറയുന്നത്? അതിന്റെ റോട്ടർ, കറങ്ങുന്ന ഭാഗമായ റോട്ടർ നമ്മൾ DC സപ്ലൈ കൊടുത്താണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. സ്റ്റേഷനറി ആയിരിക്കുന്ന സ്റ്റേറ്റർ ഭാഗം, ആർമേച്ചർ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടത്തേക്ക് നമ്മൾ AC സപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അത് രണ്ട് പ്രധാന ഭാഗങ്ങൾ, ദർ ഇസ് എ സ്റ്റേഷനറി പാർട്ട് ആൻഡ് ഓൾസോ എ റൊട്ടേറ്റിംഗ് ഫീൽഡ് സിസ്റ്റം. ഓക്കെ, ആ റോട്ടറിലേക്കായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, DC എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതുകൂടാതെ ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ടാവും, ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ടാവും. ഫീൽഡ് വൈൻഡിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്, മെയിൻ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെവിടെയാണ്? റോട്ടർ വൈൻഡിങ്സ് അല്ലെങ്കിൽ റോട്ടർ വൈൻഡിങ്സ് ഫോർ സിങ്ക്രോണസ് മെഷീൻസ്. ഓക്കെ, ആർമേച്ചർ വൈൻഡിങ് എന്താ ചെയ്യുന്നത്? മെയിൻ വോൾട്ടേജിനെ എവിടെയായിരിക്കും ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സ്റ്റേറ്റർ വൈൻഡിങ്സ് ഫോർ സിങ്ക്രോണസ് മെഷീൻസ്. ഓക്കെ, നെക്സ്റ്റ് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിങ്ക്രോണസ് മെഷീൻസ്? First one, hydro generators. എന്താണ് hydro generators? The generators which are driven by hydraulic turbines. Okay, hydraulic turbine കൊണ്ട് റൺ ചെയ്യുന്ന ജനറേറ്റേഴ്സ് ആണ് എന്ത്, ഹൈഡ്രോ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലോവർ സ്പീഡ് ആയിരിക്കും. ഓക്കെ, യൂഷ്വലി ലെസ് ദാൻ 1000 RPM. ടെർബോ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് that are the generators driven by steam turbines. സ്റ്റീം ടർബൈൻ കൊണ്ട് റൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ് ആണ് ടെർബോ ജനറേറ്റേഴ്സ്. ഓക്കെ, അത് കുറച്ചുകൂടെ ഹൈ സ്പീഡിൽ റൺ ചെയ്യും, ഓഫ് 1500 RPM, 1500 RPM അല്ലെങ്കിൽ അതിന് മുകളിൽ സ്പീഡിൽ റൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ് ആണ് ടെർബോ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എഞ്ചിൻ ഡ്രിവൺ ജനറേറ്റേഴ്സ്. ഓക്കെ, ദേ ആർ ഡ്രിവൺ ബൈ IC എഞ്ചിൻ. ഓക്കെ, അത് യൂഷ്വലി സ്പീഡ് ലെസ് ദാൻ 1500 RPM സ്പീഡിലായിരിക്കും അത് കിടന്ന് കറങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റി? സിങ്ക്രോണസ് ജനറേറ്റേഴ്സിന്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈം മൂവേഴ്സ് ഏതൊക്കെയായിരിക്കും? ഹൈഡ്രോളിക് ടർബൈൻസ് ആയിരിക്കും, സ്റ്റീം ടർബൈൻസ് ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ IC എഞ്ചിൻസ് ആയിരിക്കാം. ഹൈഡ്രോളിക് ടർബൈൻ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? പെൽട്ടൺ വീൽ ഉണ്ടല്ലേ. പെൽട്ടൺ വീൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ഹെഡ് അപ് ടു 400 മീറ്റർ ആൻഡ് അബവ്, അത്രയും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പെൽട്ടൺ വീൽ യൂസ് ചെയ്യുന്നത്. ഫ്രാൻസിസ് ടർബൈൻ ആണെങ്കിൽ അപ് ടു 380 മീറ്റർ. കപ്ലാൻ ടർബൈൻ ആണെങ്കിൽ വാട്ടർ ഹെഡ് അപ് ടു 50 മീറ്റർ വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ഹൈഡ്രോളിക് ടർബൈൻസ് ബേസ്ഡ് അപ്പോൺ ദ ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ഹൈറ്റ്, എത്ര ഹൈറ്റിൽ വാട്ടർ ഹെഡ് അവൈലബിൾ ആണെന്നുള്ളതനുസരിച്ച്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷണൽ ഓവർവ്യൂ എന്താണെന്ന് നോക്കാം. ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിനൊരു സ്റ്റേറ്റർ കൺസ്ട്രക്ഷനും ഉണ്ട്, ഒരു റോട്ടർ കൺസ്ട്രക്ഷൻ ഉണ്ട്. സ്റ്റേറ്റർ ഭാഗവും ഉണ്ട്, ഒരു റോട്ടർ ഭാഗവും ഉണ്ട്. ഓക്കെ, സ്റ്റേഷനറി ഭാഗം എന്ന് പറയുന്ന ആർമേച്ചർ ആണ്, സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നതാണ്. ഓക്കെ, അതിന്റെ നമ്മൾ കൺസ്ട്രക്ഷൻ വ്യൂ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. റോട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി റൊട്ടേറ്റിംഗ്. സ്റ്റേറ്ററിലേക്ക് നമ്മൾ AC സപ്ലൈ കൊടുക്കും, റോട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നത് DC സപ്ലൈ ആയിരിക്കും. ഓക്കെ, ടൈപ്പ് ഓഫ് റോട്ടേഴ്സ് രണ്ട് രീതിയിലുണ്ട് നമ്മൾ ഈ മെഷീനിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാലിയൻ പോൾ റോട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ സാലിയൻ പോൾ മെഷീൻസ് വിളിക്കാം ആ ടൈപ്പ് റോട്ടേഴ്സ് യൂസ് ചെയ്യുന്നതിന്. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് പോൾസ് ആയിരിക്കും, അതായത് പോള് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അവിടെ യൂസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് ഫീൽഡ് വൈൻഡിങ്സ്. ഓക്കെ, നമ്മളിത് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ടർബൈൻസിന്റെ കേസിലാണ് വെരി ലോ സ്പീഡിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സാലിയൻ പോൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള സിലിണ്ടറിക്കൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ്. റോട്ടറിൽ തന്നെ രണ്ടാമത്തെയാണ് സിലിണ്ടറിക്കൽ കൺസ്ട്രക്ഷൻ. അവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഫീൽഡ് വൈൻഡിങ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കുറച്ചുകൂടെ ഹൈ സ്പീഡ് മെഷീൻസ് ആയ സ്റ്റീം, ഗ്യാസ് അതൊക്കെ ഡ്രിവൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾട്ടർനേറ്റ്സിലാണ് നമ്മൾ അത്തരം ടൈപ്പ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സാലിയൻ പോളിനെ കമ്പയർ ചെയ്യുമ്പം എയർ ഗ്യാപ്പിലുള്ള ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ മോർ സിനുസോയിഡൽ ഇൻ ദ കേസ് ഓഫ് സിലിണ്ടറിക്കൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ, അതും ഒരു പ്രത്യേകതയാണ്. ഓക്കെ,
അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഡിസൈൻ ആണ്. സോ ഇങ്ങനെ ഒരു സിങ്ക്രോണസ് മെഷീൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കണം? സ്പെസിഫിക്കേഷൻസ് ഓഫ് സിങ്ക്രോണസ് മെഷീൻ. ഓക്കെ, എന്തൊക്കെയാണ് അതിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓൾസോ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ചോയ്സ് ഓഫ് ഡിസൈൻ പാരാമീറ്റേഴ്സ്. ഓക്കെ, എങ്ങനെ നമുക്ക് ഡിസൈൻ പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യാം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓൾസോ നോളേജ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്. ഏതൊക്കെ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്, അതിൽ ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൾസോ ദ ലിമിറ്റിംഗ് വാല്യൂസ് ഓഫ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ഫോളോഡ് ബൈ ഡീറ്റെയിൽസ് ഓഫ് ഡിസൈൻ ഇക്വേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഫോർ പ്രൊസീഡിംഗ് ദ ഡിസൈൻ ഓഫ് സിങ്ക്രോണസ് മെഷീൻസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. എന്തൊക്കെയാണ് അതിന്റെ മെഷീൻ സ്പെസിഫിക്കേഷൻസ്? ഒന്നെന്ന് പറയുന്ന റേറ്റഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഒന്നെങ്കിൽ KVL അല്ലെങ്കിൽ MVL ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. റേറ്റഡ് വോൾട്ടേജ് ഓഫ് മെഷീൻ ഇൻ KV, സ്പീഡ്, ഫ്രീക്വൻസി. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് മെഷീൻ ആണ്, ജനറേറ്റർ ആണോ മോട്ടർ ആണോ എന്നുള്ള ഒരു ഡീറ്റെയിലിംഗ്. ഓക്കെ, ടൈപ്പ് ഓഫ് റോട്ടർ ഏതൊക്കെയാണ്, സാലിയൻ പോൾ ആണോ നോൺ സാലിയൻ പോൾ ആണോ. ഓക്കെ, അതെങ്ങനെ കണക്ഷൻ ഓഫ് സ്റ്റേറ്റർ വൈൻഡിങ്. ഓക്കെ, ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ലിമിറ്റ്, പിന്നെ ഏത് ടൈപ്പ് പ്രൈം മൂവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് മെഷീന്റെ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് ഡിസൈൻ സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിറൈവ് ദ ഔട്ട്പുട്ട് ഇക്വേഷൻ ഓഫ് എ സിങ്ക്രോണസ് മെഷീൻ. ഓക്കെ, ഫസ്റ്റ് യു ഹാവ് ടു കൺസിഡർ എ എം ഫേസ് മെഷീൻ. ഓക്കെ, എം ഫേസ് മെഷീൻ എന്ന് പറയുമ്പോൾ ഹാവിങ് എം എന്നാണ് നമ്പർ ഓഫ് ഫേസസ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഹാവിങ് വൺ സർക്യൂട്ട് അല്ലെങ്കിൽ പാരലൽ പാത്ത് പെർ ഫേസ്. ഓക്കെ, KVA ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ KVA റേറ്റിംഗിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫേസസ് ഇൻറ്റു ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ ഫേസ് ഇൻറ്റു കറന്റ് പെർ ഫേസ് ഇൻറ്റു 10⁻³ എന്നാണ്. നമ്പർ ഓഫ് ഫേസസ് വി ഹാവ് ഓൾറെഡി കൺസിഡർ, ദാറ്റ് ഇസ് എം ഇൻറ്റു ഇ ഫേസ് ഇൻറ്റു ഐ ഫേസ് ഇൻറ്റു 10⁻³ എന്നാണ്. ഓക്കെ, ടെർമിനൽ വോൾട്ടേജ് ഓഫ് ഈച്ച് ഫേസസ് അത് നമുക്ക് ഏത് ഇക്വേറ്റ് ചെയ്തെടുക്കാം? ഇൻഡ്യൂസ്ഡ് EMF പെർ ഫേസിന്റെ ഇക്വേഷന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF പെർ ഫേസിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഫേസസ് ഈക്വൽ ടു 4.44 F5T ഫേസ് KW എന്നാണ്. ഓക്കെ, 4.44 F5T ഫേസ് KW എന്നാണ്. സോ നമുക്കറിയാവുന്ന ക്യൂവിന്റെ ഇക്വേഷനകത്ത് ഈ ഫേസിന് പകരം എന്ത് ഇട്ട് കൊടുക്കുക? ഇത് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? Q ഈക്വൽ ടു M ഇൻറ്റു 4.44 F5T ഫേസ് KW ഇൻറ്റു I ഫേസ് ഇൻറ്റു 10⁻³. ഇവിടെ പ്ലസ് എന്നാണ്, ഇവിടെ ഇൻറ്റു എന്നാണ് വേണ്ടത്. ഓക്കെ, പിന്നെ അതുകൂടാതെ ഫ്രീക്വൻസി F ഇൻ ടേംസ് ഓഫ് സ്പീഡ് ഇൻ RPS നമ്മൾ പഠിച്ച റിലേഷൻഷിപ്പ് ഉണ്ട്. F ഈക്വൽ ടു PNS/2. ഓക്കെ, F ഈക്വൽ ടു PNS/2. അതും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ടോട്ടൽ ക്യൂവിന്റെ ഇക്വേഷൻ എന്തായി? ഇപ്പം M ഇൻറ്റു 4.44 ഇൻറ്റു PNS/2 ഇൻറ്റു 5T ഫേസ് KW I ഫേസ് ഇൻറ്റു 10⁻³ നോക്കാം. നമുക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം അടുത്ത ഘട്ടത്തിൽ ചെയ്യുന്നത് ഇക്വേഷൻ അത് ചെറിയൊരു റീഅറേഞ്ച് നടത്തുവാണ്. M ഇൻറ്റു 4.44 എന്ന് എഴുതിയ ഈ ഇക്വേഷൻ ഇല്ലേ, ഇതിൽ ചെയ്യുന്നത് ഞാൻ ഒരു മുകളിലും താഴെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 2/2 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പം മേളിലത്തെ 2ഉം താഴെ ഇപ്പൊ ഒരു 2 ഉണ്ട്. ഓക്കെ, മാറ്റമൊന്നുമില്ലല്ലോ ഇക്വേഷൻ. അപ്പൊ ആ മേളിലത്തെ 2ഉം PNS/2 ഡിവൈഡഡ് ബൈ 2ഉം തമ്മിൽ ക്യാൻസൽ ആയി. അപ്പൊ ഇവിടുന്ന് 2 പോയി, ഇവിടുന്ന് 2ഉം പോയി. ഇവിടെ താഴെ ഒരു 2 ഉണ്ടല്ലോ, ആ 2ഉം ഈ 4.44ഉം കൂടെ ക്യാൻസൽ ആയിട്ട് എന്ത് പറ്റി? 2.22 എന്ന് വരും. സോ M ഇൻറ്റു 2.22 ഇൻറ്റു PNS ഇൻറ്റു 5T5 KW I ഫേസ് ഇൻറ്റു 10⁻³ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ 2.22നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2 ഇൻറ്റു 1.11 എന്നുള്ള ഫോമിൽ എഴുതി. അതായത് 2.22 ക്യാൻ ബി റിട്ടൺ ആസ് 2 ഇൻറ്റു 1.11. സോ ഈ 2.22നെ മാറ്റി, നേരത്തെ നമ്മളിപ്പോൾ കിട്ടിയ 2.22നെ മാറ്റിയിട്ട് എന്ത് ഇട്ട് കൊടുത്തു? 2 ഇൻറ്റു 1.11 ഇൻറ്റു ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ഓക്കെ, അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി അടുത്ത ഘട്ടത്തിൽ. ഓക്കെ, ഈ സ്റ്റെപ്പ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്തത് കറണ്ട്. ഓരോ കണ്ടക്ടറിലുള്ള കറണ്ട് IZ എന്ന് പറയുന്നത് I ഫേസ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു സർക്യൂട്ട് മാത്രമേ ഉള്ളൂ പെർ ഫേസിൽ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് IZ is equal to I ഫേസ് എന്ന് എഴുതാം. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്. Z എന്നാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ Z is equal to
നമ്പർ ഓഫ് ഫേസസ് എത്രയാണ് നമ്പർ ഓഫ് ഫേസസ്? എം ആണ് അല്ലേ. പിന്നെ ഉള്ളത് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ ടേൺസ് പെർ ഫേസ് ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, ഒരു ടേൺ എന്ന് പറഞ്ഞാൽ 2 കണ്ടക്ടർ ചേരുന്നതാണ്. സോ 2 ഇൻറ്റു ടേൺസ് പെർ ഫേസ്. മൊത്തത്തിൽ നമ്മൾ സിംപ്ലിഫൈ എഴുതിയാൽ 2m t ഫേസ് എന്ന് കിട്ടും എനിക്ക്. എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സിന്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ലോഡിങ്ങിന്റെ വാല്യൂ അറിയണം. ടോട്ടൽ ഇലക്ട്രിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ IZ ഇൻറ്റു Z എന്നാണ്. ഓക്കെ, IZ ഇൻറ്റു Z എന്ന്. IZ എന്ന് പറയുന്ന ഓൾറെഡി എന്താണ്? I ഫേസ് എന്നാണ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇൻറ്റു Z ചെയ്താൽ മതി. സോ IZ പകരം എന്ത് ഇട്ട് കൊടുത്തു? I ഫേസ് ഇട്ട് കൊടുത്തു. ഇസഡിന്റെ വാല്യൂ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 2m t ഫേസ് എന്നുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടോട്ടൽ ഇലക്ട്രിക് ലോഡിംഗ് IZ ഇൻറ്റു Z ഈസ് ഈക്വൽ ടു 2m I ഫേസ് ഇൻറ്റു t ഫേസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ നോക്കിയേ. ഇതിനകത്ത് ഇതില്ലേ 2m t ഫേസ് I ഫേസ് ഇൻറ്റു I ഫേസ് എന്നില്ലേ? 2m t ഫേസ് I ഫേസ് എന്നുണ്ട്. സോ അതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? IZ ഇൻറ്റു Z ഇട്ട് കൊടുക്കാം. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ Q ഈസ് ഈക്വൽ ടു 1.11 kW P ഇൻറ്റു 5 IZ ഇൻറ്റു Z ഇൻറ്റു NS ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. എന്താ ഇത്? നമുക്ക് പറയാം 1.11 ഇൻറ്റു kW ഇൻറ്റു total magnetic loading. P5 is the total magnetic loading, IZ is the total electric loading, and into synchronous speed in RPS into 10⁻³ എന്ന് കിട്ടും. ഓക്കെ, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. P5 is equal to pi dl into B average and IZ and Z is equal to pi d AC. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ് AC മെഷീന്റെ കേസിൽ ഇത് രണ്ടും. ഓക്കെ, ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. So Q is equal to 1.11 kW into pi dl B average into pi d AC into NS into 10⁻³ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ഘട്ടത്തിൽ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി 1.11 pi square B average AC kW into 10⁻³ into d square L into NS എന്ന് വരും. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ എന്ത് കിട്ടും? പൈ സ്ക്വയർ ഇൻറ്റു 1.11 അത് ചെയ്തിട്ട് 11 B average AC kW 10⁻³ d square LNS. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? C0. ദിസ് ഈസ് കോൾഡ് ഔട്ട്പുട്ട് കോഎഫിഷ്യന്റ്. ഓക്കെ, C0 ഇൻറ്റു d square L ഇൻറ്റു NS. ഇതാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ ഓഫ് എ സിങ്ക്രോണസ് മെഷീൻ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെ നമുക്ക് സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിങ്ങിന്റെ വാല്യൂ ചൂസ് ചെയ്യാം. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് സിങ്ക്രോണസ് മെഷീൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അയൺ ലോസ്, വോൾട്ടേജ്, ട്രാൻസിയന്റ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, സ്റ്റെബിലിറ്റി, പാരലൽ ഓപ്പറേഷൻ. ഇതിൽ ഓരോന്നും എങ്ങനെയെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം എങ്ങനെ അയൺ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കാം. ഇവിടെ എയർ ഗ്യാപ്പിന്റെ കേസിൽ എന്ത് സംഭവിക്കും? അങ്ങനെ വന്നാൽ ഹയർ വാല്യൂ ഓഫ് ഫ്ലക്സ് വരും. ഇവിടെ അയൺ പാർട്സ് ആയ, അതായത് നമ്മുടെ ടീത്തിലും കോറിലൊക്കെ ആ സമയത്ത് ഹയർ വാല്യൂ ഓഫ് ഫ്ലക്സ് വരും. അപ്പം അങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? അവിടെ ഇൻക്രീസ്ഡ് അയൺ ലോസസ് ഉണ്ടാവും. അയൺ ലോസ് കൂടി എന്താ സംഭവിക്കുന്നത്? ഓവറോൾ എഫിഷ്യൻസി ആണ് അവിടെ കുറയുന്നത്. ഓക്കെ, അതായത് ഗ്യാപ്പ് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ കൂടുമ്പോൾ ഫ്ലക്സ് ഇൻ ദ കേസ് ഓഫ് അയൺ പാർട്സ് അതും ഭയങ്കരമായിട്ട് കൂടും, വിച്ച് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് അയൺ ലോസ്, വിച്ച് ഇൻ ടേൺ റിസൾട്ട്സ് ഇൻ റെഡ്യൂസ്ഡ് എഫിഷ്യൻസി. ഓക്കെ, നെക്സ്റ്റ് വോൾട്ടേജ്. എങ്ങനെ വോൾട്ടേജ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാറുന്നു എന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു മെഷീൻ ഹയർ വോൾട്ടേജിലാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് ഇൻസുലേഷൻ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ആ കേസിൽ നമുക്ക് ടീത്ത് അധികം വലുത് യൂസ് ചെയ്യില്ല, അപ്പൊ സ്മോളർ ടീത്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് നമുക്ക് വേണ്ടി വരും? ഹയർ ഫ്ലക്സ് ഡെൻസിറ്റി യൂസ് ചെയ്യേണ്ടി വരും. എവിടുത്തെ കേസിൽ? ടീത്തിന്റെ കേസിൽ. അതുകൂടാതെ കോറിലും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ട്രാൻസിയന്റ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഇപ്പൊ ഗ്യാപ്പ് ഡെൻസിറ്റിയുടെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടുകയെന്ന് വിചാരിക്കുക. ഓക്കെ, എന്താ സംഭവിക്കുക? ലീക്കേജ് റിയാക്ടൻസിന്റെ വാല്യൂ കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻക്രീസ്ഡ് വാല്യൂ ഓഫ് ആർമേച്ചർ കറണ്ട്. ഓക്കെ, ഏത് കേസിൽ? നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷന്റെ കേസിൽ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെബിലിറ്റി എങ്ങനെ ഇതിനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, മാക്സിമം പവർ ഔട്ട്പുട്ട് ഓഫ് എ മെഷീൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സിങ്ക്രോണസ് റിയാക്ടൻസ് എന്നാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പവർ സിസ്റ്റം അനാലിസിസ് വഴി. ഓക്കെ, അപ്പം എന്താണ്? ഇപ്പൊ നമ്മൾ ഹയർ വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം.
ഹയർ വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി യൂസ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? അവിടെ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ് ഇൻ കേസ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, സോ ഇറ്റ് വിൽ റിസൾട്ട്സ് റെഡ്യൂസ്ഡ് വാല്യൂ ഓഫ് ലീക്കേജ് റിയാക്ടൻസ്. അപ്പൊ എന്ത് സംഭവിക്കും? പവർ ഇൻക്രീസ് ചെയ്യും. അപ്പം വിത്ത് ഇൻക്രീസ്ഡ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാരലൽ ഓപ്പറേഷൻ. ഓക്കെ, എപ്പോഴാണ് ഒരു മെഷീൻ സാറ്റിസ്ഫാക്ടറി ആയിട്ട് പാരലി ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അത് ഏത് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും? അതിന്റെ സിങ്ക്രോണൈസിങ് പവറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ഹയർ ദ സിങ്ക്രോണൈസിങ് പവർ, എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഹയർ വിൽ ബി ദ എബിലിറ്റി ടു മെഷീൻ ടു ഓപ്പറേറ്റ് ഇൻ സിങ്ക്രോണിസ് എന്ന് പറഞ്ഞൂടെ? ഓക്കെ, സോ ദ സിങ്ക്രോണൈസിങ് പവർ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സിങ്ക്രോണസ് റിയാക്ടൻസ് ആണ്. ഓക്കെ, also we can say that machine designed with a higher value of air gap density, okay, will have better ability to operate in parallel with other machines. Okay, so these are the parameters that depends on the selection of specific magnetic loading. Okay, ഇനി നമുക്ക് എങ്ങനെ സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ്ങിന്റെ വാല്യൂ ചൂസ് ചെയ്യാം? അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോപ്പർ ലോസ്. ഓക്കെ, ഹയർ വാല്യൂ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് എന്നാണ്. സോ സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ്ങിന്റെ വാല്യൂ ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കാം. സോ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് കൂടുതലായിരിക്കും. ദ റിസൾട്ട്സ് ഇൻ ഹയർ കോപ്പർ ലോസ്. ഓക്കെ, കോപ്പർ ലോസ് കൂടെ എന്താ സംഭവിക്കുന്നത്? റിസൾട്ട്സ് ഇൻ ഹയർ ടെമ്പറേച്ചർ റൈസ് ആൻഡ് റിഡക്ഷൻ ഇൻ എഫിഷ്യൻസി. നെക്സ്റ്റ് ഈസ് വോൾട്ടേജ്. ഓക്കെ, വോൾട്ടേജ് എന്ന് പറയുന്നത് ഹയർ വാല്യൂ ഓഫ് സ്പെസിഫിക് ഇലക്ട്രിക് ലോഡ് എന്ന് വിചാരിക്കുക. ഏത് കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ലോ വോൾട്ടേജ് മെഷീന്റെ കേസിൽ. എന്തുകൊണ്ടാണ്? ആ കേസിൽ സ്പേസ് റിക്വയർഡ് ഫോർ ഇൻസുലേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സിങ്ക്രോണസ് റിയാക്ടൻസ് ആണ്. ഇപ്പം സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ്ങിന്റെ വാല്യൂ കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ലീക്കേജ് റിയാക്ടൻസ്, ആർമേച്ചർ റിയാക്ഷൻ, അതുകൂടാതെ വാല്യൂ ഓഫ് സിങ്ക്രോണസ് റിയാക്ടൻസ്, ഇതിന്റെയൊക്കെ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയുള്ള മെഷീൻസിന് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് പൂവർ ആയിരിക്കും. ഓൾസോ ലോ ദ വാല്യൂ ഓഫ് കറന്റ് അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ആൻഡ് ലോ വാല്യൂ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്. ഓൾസോ സ്മോൾ വാല്യൂ ഓഫ് സിങ്ക്രോണൈസിങ് പവർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രേ ലോഡ് ലോസസ് ആണ്. ഓക്കെ, ക്യൂ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ്ങിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ സ്ട്രേ ലോഡ് ലോസും കൂടും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ കാൽക്കുലേഷൻ ഓഫ് മെയിൻ ഡയമെൻഷൻസ്. ഡിയും എല്ലും കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെപ്പറേഷൻ ഓഫ് ഡി ആൻഡ് എല്ലിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡി ആൻഡ് എല്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡി സ്ക്വയർ എൽ റിലേഷൻഷിപ്പിൽ നിന്നാണ്. ഏത് നമുക്ക് ഡി സ്ക്വയർ എൽ റിലേഷൻഷിപ്പ് കിട്ടിയത്? നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഓക്കെ, അതിൽ നിന്നാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിയുടെ എല്ലിന്റെയും വാല്യൂ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തെയാണ് ഡിയുടെ എല്ലിന്റെയും വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്? ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ്. സാലിയൻ പോൾ മെഷീൻസിന്റെ കേസിൽ നമ്മൾ രണ്ട് ടൈപ്പ് മെഷീൻ കൺസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ റെക്ടാങ്കുലർ പോൾ കൺസ്ട്രക്ഷൻ. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ റൗണ്ട് പോൾസ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ പോൾ കൺസ്ട്രക്ഷൻ. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് മെഷീൻസിന് ഡയമീറ്റർ ഓഫ് മെഷീൻ എന്ന് പറയുന്നത് ക്വൈറ്റ് ലാർജർ ദാൻ ആക്സിയൽ ലെങ്ത് ആയിരിക്കും. നോക്കാം എന്താണ് റൗണ്ട് പോൾ കേസിന്റെ കേസിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ റൗണ്ട് പോൾസ് ആണെങ്കിൽ റേഷ്യോ ഓഫ് പോളാർ ടു പോൾ പിച്ച് മേ ബി അസ്യൂംഡ് ബിറ്റ്വീൻ 0.6 to 0.7. Okay, also the pole arc may be taken as approximately equal to axial length of stator core. Okay, ratio എന്ന് പറയുന്നത് 0.6 to 0.7 ആണ്. പോൾ ആർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആക്സിയൽ ലെങ്ത് ഓഫ് സ്റ്റേറ്റർ കോർ. സ്റ്റേറ്റർ കോറിന്റെ ആക്സിയൽ ലെങ്ത്തിന് അപ്രോക്സിമേറ്റ്ലി ഈക്വേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? പോൾ ആർക്കിന് പകരം എന്ത് എഴുതാം? ആക്സിയൽ ലെങ്ത് ഓഫ് സ്റ്റേറ്റർ കോർ എന്ന് എഴുതാം, അല്ലെങ്കിൽ പോളാർ ടു പോൾ പിച്ച് എഴുതാം. സോ ആക്സിയൽ ലെങ്ത് ഓഫ് സ്റ്റേറ്റർ കോർ ഡിവൈഡഡ് ബൈ പോൾ പിച്ച് എന്തായി? എൽ ബൈ ടോ ഈസ് ഈക്വൽ ടു 0.6 to 0.7 തന്നെ കിട്ടി. ഓക്കെ, ഇനി റെക്ടാങ്കുലർ പോൾസ് ആണെങ്കിൽ റേഷ്യോ ഓഫ് ആക്സിയൽ ലെങ്ത് ടു പോൾ പിച്ച് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0.8 to 3 ആണ്. ഓക്കെ, ആൻഡ് വി ക്യാൻ അസ്യൂം എ സ്യൂട്ടബിൾ വാല്യൂ ബേസ്ഡ് ഓൺ ദ ഡിസൈൻ സ്പെസിഫിക്കേഷൻസ്. സോ അത് റേഷ്യോ ആയിട്ട് എഴുതുവാണെങ്കിൽ ആക്സിയൽ ലെങ്ത് ഓഫ്
ദ കോർ ടു പോൾ പിച്ച് എന്ന് പറയുന്നത് L by tau is equal to 0.823 ആയിരിക്കും. ഓക്കെ, ആക്ച്വലി ഈ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? DAയും എല്ലിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏതിനെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം? പെരിഫറൽ സ്പീഡ് കൺസ്ട്രെയിനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ദ റോട്ടർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് എന്നാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. ഓക്കെ, സോ ദ ലിമിറ്റിംഗ് വാല്യൂസ് ഓഫ് പെരിഫറൽ സ്പീഡ് എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് കൺസ്ട്രക്ഷൻ കേസിൽ ബോൾട്ടഡ് പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 45 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡോഗ്ടെയിൽ പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 75 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നോർമൽ ഡിസൈൻ ആണെങ്കിൽ അത് 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടെർബോ ആൾട്ടർനേറ്റേഴ്സിന്റെ കേസ് നോക്കാം. ഓക്കെ, ഈ ആൾട്ടർനേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹയർ സ്പീഡിൽ റൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾട്ടർനേറ്റേഴ്സ് ആയിരിക്കും. സോ ഇതിന്റെ കേസിൽ ഡയമീറ്റർ ഓഫ് മെഷീൻ എന്ന് പറയുന്നത് ആക്സിയൽ ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിരിക്കും. ഓക്കെ, സോ സച്ച് എ ഡയമീറ്റർ ഓഫ് റോട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ലിമിറ്റഡ് ഫ്രം ദ കൺസിഡറേഷൻ ഓഫ് പെർമിസിബിൾ പെരിഫറൽ സ്പീഡ് ലിമിറ്റ് എന്ന് പറയാം. സോ ദ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോർമലി കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ പെരിഫറൽ സ്പീഡ്. Okay, so the peripheral speed in case of turbo alternators is much higher than that of salient pole machine. Okay, so the peripheral speed of these alternators must be below 175 meter per second. ആ ഒരു ലെവലിലാണ് നമ്മൾ ടെർബോ ആൾട്ടർനേറ്റേഴ്സിന്റെ കേസിൽ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിത് കണക്ട് ചെയ്തിട്ട് രണ്ട് സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഓക്കെ, first question, determine the main dimensions for a 1000 kVA 50 Hz 3-phase 375 RPM alternator. The average value of gap flux density is 0.55 Weber per meter square and the ampere conductors per meter are 28,000. Use rectangular pole and assume suitable value for ratio of core length to pole pitch in order that bolted on the pole construction is used, for which maximum permissible peripheral speed is 50 meter per second. Okay, അത് തന്നിട്ടുണ്ട്. അത് മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, റൺഅവേ സ്പീഡ് ഈസ് 1.8 times synchronous speed. ഓക്കെ, റൺഅവേ സ്പീഡ് ഈസ് 1.8 times synchronous speed. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? സിൻക്രോണസ് സ്പീഡ് ഇൻ RPS ആദ്യം കണ്ടുപിടിക്കാം. NS is equal to 375 divided by 60, 6.25 RPS എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് തന്നത് RPM ഉള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യ ഘട്ടത്തിൽ കണ്ടുപിടിച്ചത് സിൻക്രോണസ് സ്പീഡ് ഇൻ RPS ആണ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്പർ ഓഫ് പോൾസ് അറിയണം. നമ്പർ ഓഫ് പോൾസിന്റെ ഇക്വേഷൻ, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. P into NS/2. അതിൽ P ആണ് നമ്പർ ഓഫ് പോൾസ്. സോ P എന്തായിട്ട് മാറും? 2 into F by NS നാം. സോ 2 into 50 divided by NS ഇപ്പൊ കണ്ടുപിടിച്ച 6.25, 16. സോ 16 പോൾ സ്ട്രക്ചർ ആണ് നമ്മൾ നമ്പർ ഓഫ് പോൾസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു അസ്യൂം എ വൈൻഡിങ് ഫാക്ടർ ഓഫ് 0.995. ഓക്കെ, അത് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കോഎഫിഷ്യന്റ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. C0 equal to 11 kW B average AC into 10⁻³ എന്നാണ്. ഓക്കെ, 11 kW വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തു. വൈൻഡിങ് ഫാക്ടർ B ആവറേജിന്റെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. AC വാല്യൂ തന്നിട്ടുണ്ട്. ചെയ്ത എന്ത് കിട്ടി? ഔട്ട്പുട്ട് കോഎഫിഷ്യന്റ് ഈസ് 162. ഓക്കെ, ഇനി നോർമൽ ഔട്ട്പുട്ട് ഇക്വേഷൻ എടുത്താൽ നമുക്ക് d²Lന്റെ വാല്യൂ എന്ത് കിട്ടും? d²L is equal to Q divided by C0 into NS എന്നാണ്. Q റേറ്റിംഗ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 1000 kVA. സോ 1000 divided by 162 into 6.25. എന്താണ് ആൻസർ? 0.987 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് L/τ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് അസ്യൂം ചെയ്യേണ്ടത് L/τ വാല്യൂ ആണ്. ഓക്കെ, ഈ L/τ വാല്യൂ 0.82 നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ആ റേഞ്ച്. ഓക്കെ, അതിന്റെ ഉള്ളിൽ വരുന്ന രീതിക്ക് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അതായത് 0.823 വരെയുള്ള ഇവിടെ പഠിച്ചിട്ടുണ്ട് ആക്സിയൽ ലെങ്ത് ഓഫ് കോർ ടു പോൾ പിച്ച്. ഓക്കെ, റേഷ്യോ ഓഫ് ആക്സിയൽ ലെങ്ത് ഓഫ് കോർ ടു പോൾ പിച്ച് എന്ന് പറയുന്നത് L/τ is equal to 0.823 ആണ് അല്ലേ? സോ ഇതിന്റെ ഉള്ളിൽ ഒരു വാല്യൂ നമ്മൾ L/τക്ക് അസ്യൂം ചെയ്യണം. റെക്ടാങ്കുലർ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ L/τ equal to 2 അസ്യൂം ചെയ്തു. സോ L is equal to നമുക്ക് 0.3983D എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യുക. ഓക്കെ, അതായത് നോർമലി നമ്മുടെ ഡി സ്ക്വയർ എല്ലിന്റെ വാല്യൂ നമുക്കറിയാം. ആ ഇക്വേഷനും എൽ ബൈ ടോ ഈക്വൽ 2 എന്ന് പറയുന്ന റേഷ്യോയും കൂടെ ഉപയോഗിച്ച് സോൾവ് ചെയ്തിട്ട് ഡിയുടെ വാല്യൂം കണ്ടുപിടിക്കുക, എല്ലിന്റെ വാല്യൂം കണ്ടുപിടിക്കുക. ഓക്കെ, പെരിഫറൽ സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം വി എ ഈക്വൽ ടു പൈ ഡി എൻ എസ് എന്നാണ്. പെരിഫറൽ സ്പീഡ് എന്ന് പറയുന്നത് 26.7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ക്വസ്റ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പെരിഫറൽ സ്പീഡ് അറ്റ് റൺ അവേ സ്പീഡ്. ഓക്കെ, അത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് 1.8 ഇൻറ്റു എന്നുള്ള രീതിക്ക് തന്നിട്ടുണ്ട്. റൺ അവേ സ്പീഡ് ഈസ് 1.8 ടൈംസ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് തന്നിട്ടുണ്ട്. സോ പെരിഫറൽ സ്പീഡ് അറ്റ് റൺ അവേ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1.8 ഇൻറ്റു ദിസ് 26.7, ദാറ്റ് ഈസ് 48 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മുടെ റേഞ്ച് ആയ 50 മീറ്റർ പെർ സെക്കൻഡിൽ താഴെയാണ്. സോ ദ ഡിസൈൻ ഈസ് സാറ്റിസ്ഫാക്ടറി. സോ നമുക്ക് എന്ത് ഉപയോഗിക്കാം? 50 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് റോട്ടർ കൺസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ പോൾ കൺസ്ട്രക്ഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്? ബോൾട്ടഡ് കൺസ്ട്രക്ഷൻ. 50 കുറവാണ്. സോ ബോൾട്ടഡ് പോൾ കൺസ്ട്രക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുത്തതുപോലെ. ഓക്കെ.